കൊയിലാണ്ടി താഴങ്ങാടിയിൽ ചുമരിടിഞ്ഞു വീണ് 2 തൊഴിലാളികൾക്ക് പരിക്ക്. അസം സ്വദേശി പ്രശാന്ത്, കൊയിലാണ്ടി സ്വദേശി അരുൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. കെട്ടിടം പൊളിക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുന്നുണ്ട്. സരീഷ്, എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇന്ന് ഉച്ചയ്ക്ക് 3:30 ഈ അപകടം സംഭവിക്കുന്നത്. ഈ താഴങ്ങാടി മാർക്കറ്റിനോട് സമീപത്ത് ഒരു പഴയ കെട്ടിടമുണ്ടായിരുന്നു. ആ പഴയ കെട്ടിടം രാവിലെ മുതൽ പൊളിച്ചു നീക്കുകയായിരുന്നു. അതിൻ്റെ മേൽക്കൂര ആദ്യ ഭാഗത്ത് പൊളിച്ചു നീക്കുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ചുമരുൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് കടന്നത്. അതിനിടയിലാണ് ഒരു ഭാഗത്തെ, അതായത് പിൻഭാഗത്തെ ചുമർ ഒന്നാകെ പൊളിഞ്ഞു വീഴുകയും ഈ തൊഴിലാളികളുടെ ദേഹത്തേക്ക് വീഴുകയും ചെയ്തത്. അസം സ്വദേശിയായ പ്രശാന്ത്, കൊയിലാണ്ടി സ്വദേശിയായ അരുൺ എന്നിവരുടെ ദേഹത്ത് വീഴുകയും അവർ ഈ അല്ലെങ്കിൽ ചുമരിനടിയിലേക്ക് കുടുങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ പഴയ കല്ലുകൊണ്ട് നിർമ്മിച്ച ചുമരാണ്. ആ ചുമർ ഇവരുടെ ദേഹത്ത് വീഴുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് മാറാൻ സാധിച്ചില്ല. തുടർന്ന് തൊഴിലാളികളും സമീപത്തെ കടയിലുള്ള ആളുകളും ചേർന്ന് ആദ്യ പ്രാഥമിക രക്ഷാപ്രവർത്തനം നടത്തുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നു. ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചു. ആദ്യം കൊയിലാണ്ടി ആശുപത്രിയിലേക്ക്, താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇവരെ മാറ്റിയത്. പക്ഷേ അവിടെ പ്രാഥമിക ചികിത്സ മാത്രമാണ് നൽകാനായത്. കാരണം തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരെയും കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം തലയ്ക്ക് ഈ കല്ല്, പഴയ കല്ലാണ്, ആ കല്ല് തലയ്ക്കുൾപ്പെടെ വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ നിലവിൽ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ മാത്രമായിരിക്കും ഏതെങ്കിലും തരത്തിൽ ഈ രോഗത്തിന്റെ അവസ്ഥയിൽ മാറ്റമുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമാവുക. ശരി, സരീഷ് പി കെയാണ് കോഴിക്കോട് നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.